ദക്ഷിണ കൊറിയയിൽ ഇംപീച്ച്മെന്റ് പാസായി. പ്രസിഡന്റ് യൂൻ സുക് യൂളിനെ സസ്പെൻഡ് ചെയ്യും. പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പ്രധാനമന്ത്രിക്കായിരിക്കും. 204 എംപിമാർ ഇംപീച്ച്മെന്റ് നീക്കത്തെ പിന്തുണച്ചു. അടിയന്തരാവസ്ഥ നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ദക്ഷിണ കൊറിയയിൽ രാഷ്ട്രീയ അസ്ഥിരാവസ്ഥ ഉടലെടുത്തത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനമുണ്ടായി മണിക്കൂറുകൾക്കകം പാർലമെന്റ് സമ്മേളിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം റദ്ദാക്കി. തുടർന്ന് അടിയന്തരാവസ്ഥ നടപടികൾ പിൻവലിച്ചതായി പ്രസിഡന്റും പ്രഖ്യാപിച്ചു. ഇത്തരത്തിലൊരു നടപടി ഇനിയുണ്ടാകില്ലെന്ന് വാഗ്ദാനവും പ്രസിഡന്റ് യൂൻ സുക് യൂൾ നൽകി. ഉത്തര കൊറിയയുമായി ചേർന്ന് പ്രതിപക്ഷം രാജ്യത്ത് അസ്ഥിരാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് പട്ടാള ഭരണത്തിന് പ്രസിഡന്റ് ശ്രമിച്ചത്. രാഷ്ട്രീയ സംഘർഷങ്ങൾ സങ്കീർണമായതോടെ യൂൻ സുക് യൂൾ രാജ്യം വിട്ടു പോകരുതെന്ന് നിർദ്ദേശവും നൽകി. പ്രസിഡന്റിന്റെ വസതിയിൽ റെയ്ഡും നടന്നു. തുടർന്നാണ് ഇംപീച്ച്മെന്റ് നീക്കം ഉണ്ടായത്. 204 എംപിമാർ ഇംപീച്ച്മെന്റ് നീക്കത്തെ പിന്തുണച്ചു. പ്രമേയം പാസ്സായതോടെ പ്രസിഡന്റിന്റെ അധികാരങ്ങളെല്ലാം സസ്പെൻഡ് ചെയ്തു. പ്രധാനമന്ത്രി ഹൻ ഡാക്-സു താൽക്കാലികമായി പ്രസിഡന്റിന്റെ പദവി വഹിക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.